ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ തലേ ദിവസം ഞാൻ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് എനിക്ക് വീഡിയോ പിടിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോഴേക്ക് തീരെ വയ്യാണ്ടായി കേട്ടോ. അപ്പോൾ എന്തായാലും ഡോക്ടറെ ഇന്ന് കാണണമെന്ന് വിചാരിച്ച് നടന്നില്ല. അങ്ങനെ നേരം വൈകിട്ട് വരാനായിട്ട് ചേട്ടനെത്താൻ നേരം വൈകിയത് കാരണമാണ് ഡോക്ടറെ കാണാഞ്ഞത്. എന്തായാലും ഡോക്ടറെ കാണാണ്ട് മരുന്ന് കഴിക്കാണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുന്നേ ഇതേപോലെ തീരെ വയ്യാണ്ടൊക്കെ ആയപ്പോൾ എനിക്ക് വൈറ്റമിൻ ഡി കുറവുണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ 3 മാസത്തെ കോഴ്സൊക്കെ മരുന്ന് കഴിച്ചിട്ടൊക്കെയാണ് ശരിയായത് കേട്ടോ. പിന്നെ മുന്നേ ഒരു പ്രാവശ്യം ബ്ലഡ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഏതാ കുറവെന്നൊന്നും അറിയാണ്ട് നമ്മൾ പരീക്ഷണം വിചാരിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പോൾ അത് കാരണം എന്തായാലും ഡോക്ടറെ കണ്ടിട്ട് തന്നെ മരുന്ന് കഴിക്കാമെന്ന് വെച്ചു. എന്നാലും ഇപ്പോൾ എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ രാവിലെ തന്നെ എഴുന്നേറ്റ് ചോറ് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ എല്ലാതും റെഡിയാക്കിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തോരൻ മെഴുക്ക് പുരട്ടി വെക്കാനായിട്ട് മത്തങ്ങ എടുക്കാമെന്ന് വിചാരിച്ചു. മത്തങ്ങ മൂത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് അധികം വലുതാവില്ല, മൂത്തു ഇനി കേടാവും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഒരെണ്ണം ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ മത്തം മുറിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അധികം മൂത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായതല്ലേ. അപ്പം ആകെ 3 കേട്ടോ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇപ്പം എന്താണാവോ പിടിക്കണില്ല കേട്ടോ. 3 ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിലത്തെ ഒരെണ്ണമാണ് നമ്മളിപ്പോൾ വെച്ചത്. അപ്പം ഞാൻ കുറേ ദിവസമായി ഇത് ഉന്നം വെച്ച് നിൽക്കണം കേട്ടോ, മത്തം വെക്കണത്. പിന്നെ ഇപ്പോൾ കൂർക്കയും വാങ്ങിച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് റെഡിയാക്കണം. കൂർക്കയൊക്കെ വർഷം കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഇത്തിരി വില കുറഞ്ഞിട്ടൊക്കെ തന്നെ കൂർക്ക വാങ്ങിക്കാറില്ല. 120 150 ഉണ്ടാകുമ്പോൾ വാങ്ങിക്കാറില്ല കേട്ടോ. നമ്മുടെ കണ്ടപ്പന് ചോറ് കൊടുത്തത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് കാരണം എൻ്റെ പിന്നാലെ നടക്കാണ് കേട്ടോ. ഞാൻ നമ്മുടെ മത്തം മുറിച്ച് കൊണ്ടുവന്നിങ്ങാട്ട് നന്നായിട്ട് കഴുകിയപ്പോൾ മഞ്ഞ കളറൊക്കെ കണ്ടപ്പോഴേ ഇതായി എന്നാണ് എല്ലാവരുടെ വിചാരമായിരുന്നു. അപ്പോൾ ആയി എന്നും പറഞ്ഞിങ്ങാട്ട് എന്നോട് എല്ലാവരും എടുത്തോ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ഇന്ന് എടുത്തത് കേട്ടോ. പക്ഷേ നോക്കിയാൽ മുറിച്ചപ്പോൾ അതിൻ്റെ കുരുവൊന്നും ആയിട്ടില്ല. ഈ ഒരു പരുവം മാത്രമായിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ മത്തങ്ങയുടെ അങ്ങോട്ട് ടേസ്റ്റ് ആയിട്ടില്ല. ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ടേസ്റ്റ് പോലെയൊക്കെ ആയിരുന്നേ മെഴുക്ക് പുരട്ടി വെച്ചപ്പോൾ. എന്നാലും മുറിച്ചതല്ലേ, ഞാനത് മെഴുക്ക് പുരട്ടിയായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. കനം കുറച്ച് അരിഞ്ഞിങ്ങാട്ട് നമ്മൾ പപ്പായൊക്കെ അരിഞ്ഞെടുക്കില്ലേ, അതേപോലെ രീതിയിൽ അരിയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് മുറിച്ച് വെച്ചപ്പോഴേക്കും നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ അമ്മ പൂച്ചയുടെ അടുത്ത കുഞ്ഞും ചത്തുപോയിട്ടാണ്. എന്താ ചെയ്യുക എന്താണെന്നറിയില്ല. പൂച്ചകൾ ചാവണം നമ്മുടെ കഷ്ടകാലമാണെന്നും ഒരു വിശ്വാസമുണ്ട് അല്ലേ, എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും അതിൻ്റെ 3 കുട്ടികളായി ഇപ്പോൾ അടുത്തടുത്ത് ചത്തു പോണത് കേട്ടോ. എന്താ പറയുക, ആ പൂച്ചേനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ പൂച്ചക്കുട്ടീനെ അവിടെ പട്ടി കടിച്ച് കുടഞ്ഞതങ്ങനെ ആയിരിക്കാം. നമ്മുടെ ചേട്ടൻ്റെ വീട്ടിൽ നിറയെ പട്ടികളുണ്ട് കേട്ടോ. ടെറസിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകണതാണ്, ആൾക്കാർ ഇറങ്ങി പോകണ മാതിരി നിറയെ പട്ടികൾ ഇറങ്ങി പോകുന്നത്. അപ്പോൾ അവരായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. കുഞ്ഞുങ്ങളല്ലേ, കുഞ്ഞു പൂച്ചകൾക്ക് ഓടാനായിട്ട് പറ്റില്ലല്ലോ വലിയ പൂച്ചകളെ പോലെ. അപ്പോൾ എന്താ പറയുക, ചെത്തിറക്കണം പൂച്ചേനെ അമ്മ പൂച്ച ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കട്ടാ. എന്നെ നോക്കും, ആ പൂച്ചേനെ നോക്കും. അങ്ങനെയായിരുന്നു പാവം. എന്നിട്ട് ഞാൻ അകത്തേക്ക് എടുത്തുകൊണ്ട് ഒഴിഞ്ഞൊക്കെ കൊടുത്ത് കുറേയൊക്കെ സമാധാനിപ്പിച്ചു. എന്നിട്ടാണ് ചേട്ടാ അതിനെ കൊണ്ടുപോയി കുഴിച്ചിട്ടത് കേട്ടോ. എന്താ ചെയ്യുക. അപ്പോൾ അതാ നമ്മുടെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെന്താ ഇഞ്ചി പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് തലേദിവസം പുരട്ടി മീൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം നാളികേരത്തിൽ മല്ലിയും മുളകും കൂടിയും ഇട്ട് അരച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇതാണ് മീൻകറി എന്ന് പറയുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ വെക്കുമ്പോൾ ഏത് മീനായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നാളികേരപ്പാൽ പിഴിഞ്ഞവർക്ക് അങ്ങനെയും ചെയ്യാം. കുറച്ചും കൂടി എന്താ പറയുക, ചാറ് കുറുതായി കിട്ടണമെങ്കിൽ അരച്ച് വെക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. നാളികേരപ്പാലാകുമ്പോൾ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. മത്തങ്ങ ഞാൻ അരിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും അരിയാനായിട്ട് കൊണ്ടുവയ്ക്കാൻ കേട്ടോ. എങ്ങനെ അരിയണം എങ്ങനെ വെക്കണം എന്നൊക്കെ ആലോചിച്ച്. അപ്പം ഞാൻ മത്തങ്ങ അരിയണ വരെ കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മീൻകറി വെന്തില്ലെങ്കിലോ. ചോറ് എന്തായാലും വെന്തിരിക്കുന്നുണ്ടല്ലോ, അപ്പം മീൻകറി എന്തായാലും ആവണം. അപ്പോൾ അത് വേഗം അടുപ്പത്ത് വെച്ചാൽ അതൊന്നും തിളയ്ക്കല്ലേ വേണ്ടോ. അത് കാരണം കൊണ്ട് ഇനിയിപ്പോൾ ചേട്ടനും ശ്രീകുട്ടനും പോണ നേരമാകുമ്പോഴേക്കും ആയില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ട് ഞാനത് വേഗം അടുപ്പത്ത് വെച്ചിട്ടാണ് പിന്നെ മത്തങ്ങ അരിയാൻ നിന്നത് കേട്ടോ. അങ്ങനെ അതേ മത്തങ്ങ അരിയാണ്. അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ ചോദിച്ചതായിട്ട് കണ്ടു കേട്ടോ. അപ്പോൾ ഫോൺ നമ്പർ ഞാൻ നമ്മുടെ ഇതിൽ ചാനലിൽ കൊടുക്കാം. ഇന്ന് കൊടുത്തിട്ടില്ല, 1-2 ദിവസത്തിനുള്ളിൽ അതൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്ഷീണം അങ്ങോട്ട് മാറട്ടെ എന്ന് വെച്ചിട്ടാണ് കമൻറ്റിന് റിപ്ലൈ എന്താ പറയുക, എനിക്കൊരു സുഖമില്ലാത്ത മാതിരിയാണ്. അത് കാരണം കൊണ്ടാണ് കമൻറ്റിന് റിപ്ലൈ ഒക്കെ ഒന്നും തരാത്തത്. അത് കഴിഞ്ഞാൽ ശരിക്കൊക്കെ തരുന്നുണ്ട് കേട്ടോ. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ കുറച്ചൊക്കെ ക്ഷീണമൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ. അപ്പോൾ അതാ മത്തങ്ങ റെഡിയാക്കാനായിട്ട് ചീനച്ചട്ടി വെച്ചിങ്ങാട്ട് വെളുത്തുള്ളി ഇട്ടിട്ടില്ല കേട്ടോ. ചുവന്നുള്ളി മാത്രം നന്നായിട്ട് ഫ്രൈ ആക്കി കറിവേപ്പിലയും പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചതച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ച് നമ്മുടെ ചെറുതാക്കി അരിഞ്ഞ മത്തങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് പിന്നെ ഒരിത്തിരി വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. എന്നാലും ഇനിയിപ്പോൾ അന്ന് അടി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് തളിച്ച് കൊടുത്തിട്ടുണ്ട്.
തളിച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് ഒന്നാവി കയറിയപ്പോൾ തന്നെ തുറന്നു കേട്ടോ. എന്നിട്ട് തുറന്നിട്ട് പിന്നെ തുറന്ന് വെച്ചിട്ടാണ് ഞാൻ വാട്ടിയെടുത്തത്. മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി അങ്ങനെ ടേസ്റ്റ് ഇല്ലാണ്ടാവും, ഉടയാൻ പാടില്ലല്ലോ, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതങ്ങനെ വാട്ടിയെടുത്തു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ മീൻകറിയും ആയിട്ടുണ്ട്. അതിലേക്ക് ഇതാ ചുവന്നുള്ളിയൊക്കെ ഫ്രൈ ആക്കി മുളക് പൊടി കൂടി ഫ്രൈ ആക്കി അതൊഴിച്ചു. ഇതെന്താ പറയുക, ഏലി എന്ന് പറഞ്ഞ മീനാണ്, അങ്ങനെ എന്തോ ഒരു മീനാണ് കേട്ടോ ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് ഇവിടെ ആദ്യത്തിന് ശ്രീകുട്ടനൊക്കെ പറയുന്നത്. അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുന്നത് കേട്ടോ. വലിയ മീനാവണ മീനാണ്. സ്പീഡ് കൂടുന്നുണ്ട് അല്ലേ സംസാരിക്കുന്നത്, പതുക്കെയാക്കാം അല്ലേ. അപ്പോൾ മീൻ കറികളും ചോറും ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ വേഗം തന്നെ അങ്ങോട്ട് പാത്രം കഴുകി വെച്ചു. 1-2 പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ, മറക്കില്ല, 1-2 ദിവസത്തിനുള്ളിൽ. എന്നിട്ട് പിന്നെ ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്. പിന്നെ അതൊക്കെ വൃത്തിയാക്കി അടുക്കളയൊക്കെ ഒന്ന് തുടച്ചിട്ട് ഇവിടെ മുറ്റത്താകെ വൃത്തിയാടാം, കടലാസും അതും ഇതൊക്കെ ഇങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ടേ. അപ്പം ഞാൻ കടലാസൊക്കെ ഇട്ട് നമ്മുടെ പച്ചക്കറി ഇടുന്നതിലേക്ക് കടലാസ് ഇട്ടു. പ്ലാസ്റ്റിക്കൊക്കെ കഴുകി വേറൊരു ചാക്കിലാക്കി വെക്കൂ കേട്ടോ, ഒന്ന് ഉണങ്ങണ വരെ അഴയമിട്ടിട്ട്. ഏകദേശം ഒരു ചാക്കായിട്ട് എന്തൊരു വേഗം പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കെന്ന് അറിയണേന്നറിയോ. നമ്മുടെ ഹരിത കർമ്മസേനയാണ്, അങ്ങനെ ഒരു സേനയുണ്ടല്ലോ, അവരൊന്നും വരുന്ന കാണാനില്ല. വെച്ചാൽ നമ്മളിവിടെ പകലില്ലല്ലോ, അപ്പോൾ അവരൊക്കെ വരുമ്പോൾ കൊടുക്കാനായിട്ട് ഒന്നും നമ്മളില്ലാത്ത കാരണം അതും പറ്റണില്ല. ഏകദേശം ഒരു ചാക്കിൻ്റെ അടുത്തായി. നമ്മുടെ ഈ വെള്ളക്കണ്ടപ്പനും ഭയങ്കര സൂത്രക്കാരനാണ് കേട്ടോ. അവിടെ കിളികളൊക്കെ പറക്കണത് നോക്കിയിരിക്കുകയാണ്. അത് പിടിക്കാൻ പറ്റുമോ എന്നുള്ള ആലോചനയിലാണ് ആൾ നിൽക്കുന്നത്. ഈ നേരത്തെ നല്ല രസമാണ് കേട്ടോ നമ്മുടെ ഈ അടുക്കള വാതിലിൻ്റെ അവിടെ വന്നിരിക്കാൻ, ഒരു ചായയൊക്കെ കുടിച്ചിട്ട്. പക്ഷെ ഇപ്പം എനിക്ക് കുറച്ച് നാളായിട്ട് ഒന്നിനും ടൈം കിട്ടാറില്ല, ഒന്നും ഞാൻ പ്ലാൻ ചെയ്യണ പോലെ നടക്കണില്ല. അപ്പം എന്തായാലും 1-2 ദിവസത്തിനുള്ളിൽ ഒക്കെ ഒന്ന് ഓർഡറാക്കി എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ ഓർഡറാക്കിയ ഒരു ദിവസമാണ് കേട്ടോ. നല്ല കറക്റ്റായിട്ട് രാവിലെ തന്നെ എല്ലാ ജോലികളും കഴിച്ച് വൈകുന്നേരം ഒട്ടും ജോലി ഇല്ലാണ്ടാക്കിയ ഒരു ദിവസം. അപ്പോൾ ഇതേപോലെ ദിവസം ചെയ്യണം എന്ന് വെച്ചാൽ രാവിലെയും വൈകിട്ടും നമ്മൾ എപ്പോഴും ജോലി ചെയ്യുമ്പോൾ വൈകുന്നേരം എഡിറ്റിങ്ങിന് സമയം വൈകും, അപ്പോൾ ഉറക്കമില്ലാണ്ടാവും. അപ്പോൾ റെസ്റ്റും ഇല്ല, ഉറക്കവും ഇല്ല, ഫുഡ് പിന്നെ ഞാൻ മൊത്തത്തിൽ കുറവ് കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാം കൂടിയാകുമ്പോൾ നമുക്ക് പിന്നെ എനിക്കാൻ വയ്യാണ്ടാവുമല്ലോ, അത് കാരണം കൊണ്ടാണ്. അപ്പോൾ ഇന്ന് അങ്ങനെ രാവിലെ കറികളൊക്കെ ആക്കി, വൈകുന്നേരം ഇനി വേറെ കറിയൊന്നും വെക്കണ്ട കേട്ടോ. പിന്നെ ഈ പച്ചമുളക് നിറയെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ വെള്ളമിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ. അപ്പം ഞാനതൊക്കെ കുറച്ചൊക്കെ മൂത്തത് മാത്രം ഒന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ. എനിക്ക് എന്നും അത് കാണുമ്പോൾ അത് പൊട്ടിക്കാണ്ടൊരു വിഷമമാണ്. അപ്പം അങ്ങനെ അത് പൊട്ടിച്ചിട്ട് ഞാൻ നമ്മുടെ പാത്രത്തിൽ കൊണ്ടുവച്ചു കേട്ടോ. അത്യാവശ്യം ഉണ്ടായിരുന്നു, ഇനിയും പൊട്ടിക്കാനുണ്ട്, പക്ഷെ അതങ്ങോട്ട് മൂത്ത് വരുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞതായപ്പോഴേക്കും ശ്രീകുട്ടന് പോകാറായിട്ടുണ്ട്. ചേട്ടൻ പോയി കേട്ടോ. അപ്പോൾ അവനുള്ള ചോറൊക്കെ പകർത്തിങ്ങാട്ട് ഞാൻ ഒരു കവറിലാക്കി മടക്കി വയ്ക്കുകയാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിൾ സ്റ്റോർ റൂം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്നും അതിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവച്ചു കേട്ടോ. അപ്പോൾ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡൈനിങ് ടേബിൾ ഞാൻ അങ്ങനെ ചെന്ന് വൃത്തിയാക്കിയില്ലെങ്കിൽ അത് സ്റ്റോർ റൂമായി മാറും. ഡൈനിങ് ടേബിളിൻ്റെ അടിയിലും നമ്മുടെ ഇൻഡക്ഷൻ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അതിന് തണുപ്പ് വരുമ്പോൾ ഓണാവില്ല കേട്ടോ. ഇൻഡക്ഷൻ അധികം തണുപ്പായിട്ടുണ്ടെങ്കിൽ ഓണാവാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ചാക്കിലൊക്കെ പൊതിഞ്ഞ് ചേട്ടൻ ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോറ് പാത്രത്തിലാക്കി അവൻ്റെ ആ കവറൊക്കെ ഒന്ന് തുടച്ച് കഴുകി കൊണ്ടുവന്നൊക്കെ നിറയെ വെള്ളമുണ്ട് അതിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇങ്ങോട്ട് ചോറൊക്കെ പകർത്തി അതവിടെ വെച്ചു കേട്ടോ. അതിനിടയ്ക്ക് വിളിച്ച് പറയുകയും ചെയ്തു, അവനധികം പാത്രങ്ങളൊന്നും പാടില്ല കേട്ടോ, കുഞ്ഞു പാത്രങ്ങളൊന്നും അധികം പാടില്ല. എന്നിട്ട് സൈക്കിൾ എടുത്ത് അങ്ങനെ പോവാണ്. ഇന്ന് ആദ്യത്തിന് സ്കൂളിലില്ല, ശ്രീകുട്ടന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആദ്യത്തിന് എന്തോ ഡിഗ്രിക്കാരെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം അങ്ങോട്ട് നടക്കണ കാരണം കൊണ്ട് ആദ്യത്തിന് എക്സാം ഇല്ല, ഇന്ന് ക്ലാസ് ഇല്ല. അത് കഴിഞ്ഞത് ആ ജോലിക്കൊക്കെ പോയി. ഇത് നമ്മുടെ ശക്തൻ, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് അല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പം ഞാൻ വരുമ്പോൾ തന്നെ പൂച്ചകൾ കാത്തിരിപ്പുണ്ടാവും, അവരെൻ്റെ കൂടെ കയറി വന്നതാണ്. അപ്പോൾ അടുക്കള വാതിൽ തുറന്നു കഴിഞ്ഞാൽ അവരത് അപ്പുറത്ത് പോയി ഇരുന്നോളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഫുഡ് കൊടുക്കണത് നോക്കി ഇരിപ്പാണ് അവർക്കിന്ന്. പിന്നെ ഇന്ന് ഒരു കഷ്ണം മീൻ ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ അവർ നന്നായിട്ട് കഴിക്കുക. ചില നേരത്തൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ ചോറുണ്ണും, ചില നേരത്തൊന്നും കഴിക്കില്ല. അങ്ങനെയൊക്കെയാണ്, ഓരോ നേരത്തെ ഓരോ സ്വഭാവമാണ്. ഇപ്പോൾ ചത്തുപോയി ആകെ പൂച്ചകളുടെ എണ്ണൊക്കെ കുറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വേഗം മീൻകറി ഉണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കാനായിട്ട് വെക്കുകയാണ്. പിന്നെ പാത്രങ്ങൾ കഴുകാനുള്ളതൊക്കെ വേഗം തന്നെ നമ്മുടെ കൊട്ടത്തളത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് വെച്ചു.
പിന്നെ എന്താ ചോറ് ചൂടാക്കാനും വെച്ചു കേട്ടോ. പിന്നെ മീൻകറിയും ചൂടാക്കാനായിട്ട് വെച്ചു. അപ്പം പിന്നെ വേഗം കഴിയില്ല പണികൾ. എന്നിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് വേറെ ഒന്നും എടുക്കണില്ല അടുക്കളയിൽ. മുട്ട വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം മുട്ട ഒന്ന് വേണമെങ്കിൽ മീൻകറിയും ഒരു മുട്ട ഓംപ്ലേറ്റും കൂടി ആയാൽ അടിപൊളിയല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവനാൻ തന്നെ പൊരിച്ചെടുക്കുകയൊക്കെ ചെയ്തത് കേട്ടോ. ഞാൻ വേഗം എഡിറ്റ് ചെയ്യാൻ പോയി. അതോടുകൂടി തന്നെ ഇത് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിട്ടു കേട്ടോ. നിറയെ നമ്മളെന്താ പറയുക കാലത്ത് തുടങ്ങി പെരുമാറുന്നതല്ലേ. അപ്പോൾ ഓരോ വറ്റി ചോറൊക്കെ കിടന്നാലും മതി. അത് കഴിഞ്ഞ് ഇതേ പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി. ആദ്യം വിചാരിച്ചു ഒന്ന് ഇരുന്നിട്ട് പാത്രം കഴുകാമെന്ന്. പിന്നെ എനിക്ക് തോന്നി അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സമയം വൈകുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അപ്പം തന്നെ ആ പാത്രങ്ങൾ കഴുകിയിട്ട് ആ വാച്ചൊക്കെ ഓടിപ്പോയി ഉരി വെച്ച് കണ്ടിട്ട് 2 പാത്രങ്ങളുള്ളൂ, അധികമൊന്നുമില്ല. എന്നാലും അതങ്ങോട്ട് കഴുകി വെച്ചാലല്ലേ ഒരു സമാധാനമുള്ള മീൻകറി തിളച്ചൊന്ന് നോക്കുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചു. പിള്ളേരുടെ അടുത്തേക്ക് പോയി കേട്ടോ. കുഞ്ഞത് ഇനി പറയല്ലേ അപ്പോൾ നമ്മൾ ശ്രീകുട്ടൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത ബ്ലഡ് ഉണ്ടാവാൻ എത്ര സമയം പിടിക്കും, അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ചോദിക്കണത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കൊടുത്തതിൻ്റെ ഒരു ടെൻഷനായിരിക്കും. കൊടുത്തതൊക്കെ നല്ല കാര്യം തന്നെയാണ് അല്ലേ. അത് കഴിഞ്ഞ് ഇതേ പഴക്കെടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. പഴമൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരുന്നു. ഇപ്പം എന്താണാവോ ഓരോ വീഡിയോ ഒക്കെ കണ്ടിട്ടൊക്കെ ആയിരിക്കും പഴം കഴിക്കുന്നുണ്ട്. എനിക്കതൊരു സന്തോഷമാണ്. ചേട്ടൻ എന്നും വാങ്ങിച്ചുകൊടുന്ന് അവരെ ചീത്ത പറഞ്ഞാൽ ഈ പഴം കഴിക്കാറില്ല. എന്നിട്ട് ചേട്ടൻ വാങ്ങിക്കാണ്ടായി ഈ പഴം. അപ്പോൾ അവർക്കൊക്കെ ആവശ്യമായിട്ടാണ് അത് കഴിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കുറേ കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്. നമുക്ക് 1 ലക്ഷം ആവണ്ടേ, എന്നിട്ട് വേണ്ടേ നമ്മുടെ സിൽവർ ബട്ടനൊക്കെ വാങ്ങിക്കാനായിട്ട്. എന്നാൽ പറ്റാവുക അല്ലേ. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ട്, എന്നാലും 1 ലക്ഷം പോലും സബ്സ്ക്രൈബർ ആവണില്ല. അപ്പോൾ ഒന്ന് സഹായിക്കുക പ്ലീസ്. ഞാനിങ്ങനെ ചോദിക്കുന്ന കണ്ടിട്ട് കൂട്ടുകാർക്ക് ദേഷ്യം വരുന്നുണ്ടാവുമോ അല്ലേ. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കണ്ട, കമൻറ്റ് എഴുതാനും മറക്കണ്ട. അപ്പോൾ നാളെ 9 മണിക്ക് കാണാം.